ഈ പുള്ളിക്കാരന്റെ വൈഫാണിത് നടത്തിക്കൊണ്ടിരുന്നത്. പുള്ളിക്കാരി ഒരു 2 മാസം മുമ്പ് മരണപ്പെട്ടു. അതുവരെ ഇത് നല്ല ക്ലിയർ ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. പഞ്ചായത്തിന്റെ കീഴിൽ വരുന്നതല്ലേ? പഞ്ചായത്തിന്റെ ഇതില്ല, അവരുടേതായ രീതി നടത്തിക്കൊണ്ടിരുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വയോധികരായ ആളുകളും പ്രശ്നങ്ങളൊന്നുമില്ല. 2 മാസം മുമ്പ് നമ്മൾ പോയി ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കി. അവിടെ അന്നേരം 2 മാസം മുമ്പ് വരെ ഈ 3 അമ്മമാരും ഒരച്ഛനുമായിരുന്നു ഉള്ളത്. ഇപ്പൊ ഈ പുള്ളിക്കാരി മരിച്ചതിന് ശേഷമാണ് ഇവിടെ ഇപ്പൊ ഒരു 10 പേരെ വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ 10, 70, 72 ഒക്കെ വയസ്സുള്ള അമ്മമാരാണ് അവിടെ ഉള്ളത്. നല്ല പ്രായമുള്ളവരാണ്. നമ്മളവിടെ ഈ അമ്മമാരെ ഇതിനു മുമ്പ് ഞാൻ അവിടെ ചെല്ലുമ്പോഴും ഒക്കെ കണ്ടിട്ടുള്ളത്. നമ്മുടെ അടുത്ത് ഇതുപോലെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. എന്നിപ്പോ അവര് പറയുന്നതെന്ന് വെച്ചാൽ ഇവരെ എന്നും പൂട്ടിയിട്ടിട്ടാണ് ഇദ്ദേഹം പുറത്തൊക്കെ പോകുന്നതെന്നാ പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഇദ്ദേഹം പൂട്ടാതെ പോയപ്പോ ഇത് അവസരം കിട്ടിയപ്പോ അവര് പുറത്തിറങ്ങി വന്നതാണ്. അങ്ങനെ അവിടെ അയലത്തുള്ള ആൾക്കാര് തടഞ്ഞു വെച്ച് കാര്യങ്ങൾ തിരക്കി അങ്ങനെ എന്നെ ബന്ധപ്പെട്ട് പോലീസിനും ഹെൽത്ത് സെന്ററിലും ഒക്കെ വിളിച്ച് അങ്ങനെ ഞങ്ങളൊക്കെ ചെന്ന് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് നമ്മൾ ഇത്തരം വിവരങ്ങൾ അറിയുന്നത്. ശ്രീമതി മുബീന, ഈ ബ്രഹ്മദാസിനെ ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന ആളാണോ? ഇയാൾ ആ നാട്ടുകാരൻ തന്നെയാണ്? കൂടുതൽ ഡീറ്റെയിൽ ഒന്നും നമുക്ക് അറിയത്തില്ല. അവിടെ പോയി കണ്ട് ഒക്കെ അറിയാം. പിന്നെ ഈ ഇദ്ദേഹത്തിന്റെ വൈഫാണ് എന്നെ നമ്മളെ കൂടെ വിളിക്കുകയും അവിടെ ആരെങ്കിലും മരണപ്പെടുമ്പോൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പൊ ഞാൻ കയറിയതിന് ശേഷം ഒരു സ്ത്രീ മരിച്ചപ്പോൾ ഇതുപോലെ ഞാൻ അവിടെ പോവുകയും അവരുടെ ബന്ധുക്കൾ വന്ന് അവരെ ബോഡി കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചേച്ചി മരിച്ചു. അപ്പം പുള്ളിക്കാരനെ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവരുടെ ഒരു മൂത്ത മോള് സൂസൈഡ് ചെയ്താണ്. ഒരു 3-4 വർഷമായി കാണും. പിന്നെ ഇളയൊരു മകളുണ്ട്. പുള്ളിയുടെ സഹോദരിയുടെ വീട്ടിലാണെന്നാ പറയുന്നത്. അത് ശരി. ഇപ്പൊ അവിടെ ഇന്നിപ്പോ രക്ഷപ്പെട്ട് അവിടെ നിന്ന് 2 പേര് പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലേ? നമ്മള് ഇത് കാര്യങ്ങളായിരുന്നു. ആരെങ്കിലും ചെന്നാലും പുള്ളി അകത്തോട്ടൊന്നും അങ്ങനെ ഇപ്പൊ ആശാവർക്കർ അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴും അകത്തോട്ട് ആരുമായിട്ട് സംസാരിക്കാനോ എടുക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല. പിന്നെ മുബീന, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം സ്വാഭാവികമായിട്ടും ഈ ആശാ വർക്കേഴ്സ് ഒക്കെ നിരന്തരം അവിടെ പോകേണ്ടതാണല്ലോ. കാരണം അപ്പം അന്നൊക്കെ ആള് കുറവായതുകൊണ്ടും ഈ ചേച്ചിക്ക് സുഖമില്ലാതിരിക്കുന്നത് കൊണ്ടും ഒക്കെ അപ്പം എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് കാണുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്യാതൊക്കെ കിടക്കുമ്പോൾ ആശാ വർക്കറൊക്കെ തിരക്കുമ്പോൾ ഇന്ന് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ്, അല്ലെ ഞങ്ങൾ ഇന്ന് ചെയ്തില്ല എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. ആ സമയത്തൊന്നും ഇതുപോലെ അവിടുത്തെ അമ്മമാരൊന്നും അങ്ങനെ പരാതിയായിട്ടോ ആക്ഷേപങ്ങളോ പറഞ്ഞിട്ടില്ല? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല.